ഫോറിൻ കീ ആണ് യൂസ് ചെയ്യാൻ പോകുന്ന ടേബിളിനകത്ത് എങ്ങനെ ഫോറിൻ കീ സെറ്റ് ചെയ്യാം. അപ്പൊ 2 ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. അതിൽ ആദ്യത്തെ ടേബിൾ ക്ലാസ് പോസ്റ്റ് മോഡൽസ് ഡോട്ട് മോഡൽ കോളൻ ഐ ഡി ഈക്വൽ ടു ഇതിനകത്ത് ആട്ടോ ഫീൽഡ് ആണ് യൂസ് ചെയ്യുന്നത്. ആട്ടോ ഫീൽഡ് യൂസ് ചെയ്യാൻ നേരത്ത് ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈമറി കീ ട്രൂ ആക്കി സെറ്റ് ചെയ്ത് കൊടുക്കണം. ഓട്ടോ ഫീൽഡ് എന്ന് പറയുമ്പോൾ ഒരു ഇൻഡീജർ ഫീൽഡ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അത് 1 തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. 1 2 3 എന്ന് പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കും റോ ആഡ് അനുസരിച്ച്. ഇനി എനിക്ക് എന്ത് ചെയ്യണം? അതിന് യുണീക്ക് ഐ ഡിയും വേണം. യൂണിവേഴ്സൽ ആയിട്ട് എനിക്ക് യുണീക്ക് ഐ ഡി ക്രിയേറ്റ് ചെയ്യണം. അതിനുവേണ്ടിയാണ് UID ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. യൂണിവേഴ്സൽ ആയിട്ട് യുണീക്ക് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി UID ഫീൽഡ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് എന്ത് ചെയ്യണം? യുണീക്ക് ഈക്വൽ ടു ട്രൂ ഡിഫാൾട്ട് ഈക്വൽ ടു UUID ഡോട്ട് UUID 4. ഓക്കെ, ഇനി പോസ്റ്റ് നെയിം എന്ന് കൊടുക്കുക. ഈ പോസ്റ്റ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് UG ആണോ PG ആണോ അതാണ് ഉദ്ദേശിക്കുന്നത്, വേറെ ഒന്നുമില്ല. ഓക്കെ, ക്യാർ ഫീൽഡ് അതിന്റെ സൈസ് 2 വിടലേ ഉള്ളു, 5 കൊടുത്തേക്ക, അല്ലെങ്കിൽ 2 കൊടുത്തേക്ക, തൽക്കാലം 5 കൊടുത്തേക്ക. ഓക്കെ, ഇനി വേറെ വല്ലതും വേണോ? ക്രിയേറ്റഡ് അറ്റ് എപ്പോഴാണ് ക്രിയേറ്റ് ചെയ്തത്? ക്രിയേറ്റ് ഈക്വൽ ടു ഡേറ്റ് ആൻഡ് ടൈം ഫീൽഡിനകത്ത് എന്ത് മാത്രം സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി? ആട്ടോ നോ ആഡിട്ട് എന്താക്കി കൊടുക്കണം? ട്രൂ ആക്കി ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ക്ലാസ്സിന് നമുക്ക് ഈ ടേബിളിന് ഒരു പേരിട്ട് കൊടുക്കാം. ഡേറ്റാബേസിൽ എന്ത് പേരിലാണോ സേവ് ചെയ്യാനുള്ള ആ പേരിട്ട് കൊടുക്കാം. ഈക്വൽ ടു ഞാൻ പോസ്റ്റ് എന്നാണ് എനിക്ക് സേവ് ചെയ്യാറുള്ളത്, പോസ്റ്റ് എന്ന് കൊടുക്കും. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? ഇതിന് മേക്ക് മൈഗ്രേഷൻ ചെയ്ത് നോക്കാം. പൈത്തൺ മാനേജ് ഡോട്ട് py മേക്ക് മൈഗ്രേഷൻസ്. ഓക്കെ, എറർ ഒന്നുമില്ല, അതുകൊണ്ട് മൈഗ്രേറ്റ് ചെയ്യാം. ഓക്കെ, എറർ ഇല്ല. ഇനി ഡേറ്റാബേസിലോട്ട് വന്നിട്ട് എന്താ ചെക്ക് ചെയ്ത് നോക്കാം. അങ്ങനത്തെ ടേബിൾ ഒന്നും ഇല്ല, ചെക്ക് ചെയ്ത് നോക്കാം. പോസ്റ്റ് ഓക്കെ വന്നിട്ടുണ്ട്. ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ID പോസ്റ്റ് ID നെയിം ക്രിയേറ്റഡ് ആയിട്ട്. ഇനി എന്ത് ചെയ്യണം? അടുത്തൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. ആ ടേബിളിനകത്ത് ഒരു ഫോറിൻ കീ യൂസ് ചെയ്ത് നമ്മൾ ആ പോസ്റ്റ് എന്ന ടേബിളിനെ പ്രൈമറി കീ എന്ന കോളായിട്ട് ലിങ്ക് ചെയ്യണം. അതാണ് അടുത്ത് ചെയ്യാൻ പോകുന്നത്. അടുത്ത് നമുക്ക് അടുത്തൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. ക്ലാസ് കോഴ്സ് എന്ന് പറഞ്ഞൊരു മോഡൽ എഴുതി അതിൻ്റെ അകത്ത് മോഡൽസ് ഡോട്ട് മോഡൽ കോളന്റെ അകത്ത് നമുക്ക് എന്തൊക്കെ കൊടുക്കാം? ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുക്കണം ID. ഓക്കെ, ഇവിടെ പോസ്റ്റ് IDക്ക് പകരം എന്ത് കൊടുക്കാം? കോഴ്സ് ID സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കണം? ഓരോ കോഴ്സിന്റെ നെയിം, കോഴ്സ് നെയിം ക്യാർ ഫീൽഡും സെറ്റ് ചെയ്ത് കൊടുക്കാം. സ്ട്രെങ്ത് ഒരു 150 നടക്കട്ടെ. ഇനി നമുക്ക് വേണമെങ്കിൽ ക്രിയേറ്റഡ് ആയിട്ടൊന്നും കൂടി കൊടുത്തേക്കാം, എപ്പോഴാണ് ക്രിയേറ്റ് ചെയ്തതെന്ന്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഫോറിൻ കീ ക്രിയേറ്റ് ചെയ്യാം. ഫോറിൻ കീ ക്രിയേറ്റ് ചെയ്യണം. അത് ഏതായിട്ട് ലിങ്ക് ചെയ്യണം? നമ്മളെ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു മോഡലായിട്ട് ലിങ്ക് ചെയ്യണം. ഈ ഒരു മോഡലിന്റെ ID ആയിട്ട് ലിങ്ക് ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് ഏത് ടേബിളിലാണോ ലിങ്ക് ചെയ്യാനുള്ള ആ ടേബിളിന്റെ പേര് എഴുതുക. ഇത് ഓപ്ഷനാണ്, പേരെഴുതാതെ ഇരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇഷ്ടമുള്ള ID കൊടുക്കാം. ഇവിടെ PID എന്ന് കൊടുക്കുക, എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഇവിടെ ഓർക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ PID എന്ന് പറഞ്ഞ് കൊടുത്താലും എന്റെ ഡേറ്റാബേസിലോട്ട് സേവ് ചെയ്യാൻ നേരത്ത് ആ കോളത്തിന്റെ കൂടെ PID/ID എന്ന് പറഞ്ഞ് വരും. സിമ്പിൾ ആയിട്ട് പറയണമെങ്കിൽ ഞാൻ ഈ ഫീൽഡിന്റെ പേര് അമൽ എന്ന് സെറ്റ് ചെയ്തു. അമൽ സെറ്റ് ചെയ്തിട്ട് ഞാൻ ഇപ്പൊ മൈഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പോലും ഫീൽഡിന്റെ അവിടെ ഞാൻ ഇവിടെ മോഡലിനകത്ത് അമൽ എന്ന് കൊടുത്താൽ പോലും എന്റെ ഈ ഡേറ്റാബേസിനകത്ത് വരാനായിട്ട് അമൽ_ID എന്ന് പറഞ്ഞായിരിക്കും വരുന്നത്. അമൽ_ID എന്ന് പറഞ്ഞായിരിക്കും എന്റെ ഡേറ്റാബേസിൽ ആ ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ വരുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കാൻ നേരത്ത് ഒരിക്കലും ഒരു _ID എന്ന് പറഞ്ഞ് കൊടുക്കുകയല്ലേ. _ID എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് അമൽ_ID വീണ്ടും _ID എന്നും പറഞ്ഞ് വീണ്ടും ജനറേറ്റ് അത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കാണിച്ചില്ല. പിന്നെ അവിടെ ഏത് ടേബിളിനെയാണോ ലിങ്ക് ചെയ്യിക്കാൻ പോകുന്നത് ആ ടേബിളിന്റെ പേര് പറഞ്ഞു കൊടുക്കുന്നു, പോസ്റ്റ്. ഞാൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ പോസ്റ്റ് ID എന്ന് പറഞ്ഞാൽ ഡേറ്റാബേസിൽ ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഫോറിൻ കീനെ മോഡൽ വിളിക്കുന്നു. മോഡൽ ഡോട്ട് ഫോറിൻ കീ എന്ന് വിളിക്കുക. എന്നിട്ട് ഈ നടുക്കത്തുള്ള സാധനം വേണം. ഇപ്പൊ ഇതിനകത്ത് ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് മോഡലായിട്ടാണ് ലിങ്ക് ഉള്ളത് അത് കണക്ക് ഓൺ ഡിലീറ്റ് മോഡൽസ് ഡോട്ട് കാസ്കേഡ് ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഇതിന്റെ അകത്ത് കുറച്ചുണ്ട്, പ്രൊട്ടക്ഷൻ സംഭവമുണ്ട്, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളുണ്ട്. കാസ്കേഡ് കൊടുക്കണമെങ്കിൽ കറസ്പോണ്ടിങ് ID ഉള്ള ഒരു സംഭവം ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ ടേബിളായിട്ട് ലിങ്ക് ചെയ്യുന്ന വാല്യൂസും ഡിലീറ്റ് ആവും. പ്രൊട്ടക്റ്റഡ് ആണ് കൊടുക്കണമെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല.
അത് പറഞ്ഞ് കുഴപ്പിക്കുന്നില്ല. ജസ്റ്റ് ഇത്രയും കാര്യം ഓർത്താൽ മതി. ഫീൽഡ് നെയിം മോഡൽസ് ഡോട്ട് ഫോറിൻ ഇവിടെ ആപ്പ് ഡോട്ട് മോഡൽ വേറെ ഏതെങ്കിലും ആപ്പിലുള്ള മോഡലുമായിട്ടാണ് ലിങ്ക് ചെയ്യുന്നെങ്കിൽ അങ്ങനെ. പക്ഷെ അത് കൊടുക്കുന്നത് സ്ട്രിങ്ങിലായിരിക്കും കൊടുക്കാറുള്ള. അല്ലാതെ സ്വന്തം എന്ന് വെച്ചാൽ സെയിം മോഡലിലുള്ള ഒരു മോഡൽ സെയിം ആപ്പിന്റെ അകത്തുള്ള ഒരു മോഡലിനകത്താണ് പേര് കൊടുക്കണമെങ്കിൽ സ്ട്രിങ്ങിന്റെ അകത്തൊന്നും കൊടുക്കണ്ട, ഡയറക്റ്റ് ആയിട്ട് ആ മോഡലിനെ പാസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ നമ്മൾ ടേബിൾ മാത്രം പാസ് ചെയ്ത് കൊടുത്താൽ മതി. ജാങ്കോനെ ഓട്ടോമാറ്റിക്കായി ഡിക്റ്റേറ്റ് ചെയ്യും. ഏതിനാണോ പ്രൈമറി ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു കോളം അസൈൻ ചെയ്ത് കൊടുത്തോളും, ഫീൽഡ് അസൈൻ ചെയ്ത് കൊടുത്തോളും. നമ്മളിവിടെ എടുത്ത് പറയണം. ഓക്കെ, ഇനിയിപ്പോ എന്റെ വേറൊരു ആപ്പിന്റെ അകത്താണ് എന്റെ മോഡൽ ഇരിക്കുന്നെങ്കിൽ, ടേബിൾ ഇരിക്കുന്നെങ്കിൽ എന്ന് പറയണം ആ മോഡൽ ഡോട്ട് ആ ടേബിൾ. അല്ലെങ്കിൽ അതിവിടെ മേളിൽ വന്നിട്ട് ഇമ്പോർട്ട് ചെയ്തിട്ട് ആ മോഡൽ നെയിം ഇവിടെ കൊണ്ട് പാസ് ചെയ്താലും മതി. ഇഷ്ടമുള്ള രീതിക്ക് ചെയ്താലും മതി. അപ്പൊ അത്രയും ആലോചിക്കണ്ട. ജസ്റ്റ് എന്ത് ചെയ്യുക, ഏത് മോഡലിലാണോ ലിങ്ക് ചെയ്യാനുള്ള അത് കോപ്പി ചെയ്യുക, ഇവിടെ കൊണ്ടങ്ങ് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു ക്ലാസ് മെറ്റ ക്രിയേറ്റ് ചെയ്യുക. ക്ലാസ് മെറ്റ, എന്നിട്ട് അതിനകത്ത് ഡി ബി ടേബിളിനകത്ത് കോഴ്സ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, മൈഗ്രേഷൻസ് ചെയ്ത് നോക്കാം. ഓക്കെ, എററൊന്നുമില്ല, മൈഗ്രേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഈ മൈഗ്രേറ്റ് ചെയ്തിട്ട് ഞാൻ ഫീൽഡിനെ കാണിക്കാൻ നേരത്ത്, ഓക്കെ ഇതിൻ്റെ അകത്ത് പോസ്റ്റ് എന്ന് തന്നെ പറഞ്ഞു വന്ന ഡേറ്റാബേസിൽ കയറി നോക്കാൻ നേരത്ത് കോഴ്സോടെ കണ്ടാ പോസ്റ്റ് ഐ ഡി എന്ന് പറഞ്ഞു വന്ന കണ്ടാ. അങ്ങനെ മോഡൽ ക്രിയേറ്റ് ചെയ്യാൻ നേരത്തെ ഞാൻ പോസ്റ്റ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടേ ഉള്ളൂ. പക്ഷെ ജനറേറ്റ് ആയപ്പോൾ എനിക്ക് എന്തായി, പോസ്റ്റ് അണ്ടർസ്കോർ ഐ ഡി എന്ന് പറയുന്നത് ജനറേറ്റ് ചെയ്യാൻ ആ ഫീൽഡ്. അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇപ്പൊ ചില സമയത്ത് നമ്മൾ പോസ്റ്റ് ഐ ഡി വെച്ചിട്ടായിരിക്കും വാല്യൂ റിട്രീവ് ചെയ്യണം. ചില സമയത്ത് അങ്ങനെ ചെയ്യുമ്പോൾ ഡാറ്റ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പോസ്റ്റ് അണ്ടർസ്കോർ ഐ ഡി വെച്ച് റിട്രീവ് ചെയ്യണം. അപ്പൊ ഇങ്ങനെയാണ് ഫോറിൻ കീ ജനറേറ്റ് ചെയ്യണത്. ഇനി ഫോറിൻ കീയിൽ വാല്യൂസ് എടുക്കണം എങ്ങനെയാണെന്ന് നോക്കാം. വാല്യൂസ് എടുക്കണം എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം, വാല്യൂസ് ആഡ് ചെയ്യാം. നമുക്ക് ആരെ വാല്യൂസ് ആഡ് ചെയ്യാം, ഫസ്റ്റ് പോസ്റ്റിലോട്ട് വാല്യൂസ് ആഡ് ചെയ്തിട്ട് പിന്നെ കോഴ്സിന്റെ വാല്യൂ ആഡ് ചെയ്യാം. കാരണം ഇപ്പൊ പോസ്റ്റിന്റെ അകത്ത് ഞാൻ യു ജിയും പി ജിയാണ് ആഡ് ചെയ്യുന്നത്. ഇപ്പൊ യു ജി ആണെങ്കിൽ ബി സി എ വരും, ബി എസ് സി വരും, അങ്ങനെ വരും, ബി എ വരും. പി ജി ആണെങ്കിൽ എം സി എ, എം ബി എ അങ്ങനെയൊക്കെ വരും. അപ്പൊ നമുക്ക് 2 പോസ്റ്റേ ഉള്ളൂ. പക്ഷെ ആ 2 പോസ്റ്റ് ഓരോന്നുമായിട്ട് മാച്ച് ചെയ്ത് പോവാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, വാല്യൂസ് ആഡ് ചെയ്യാം. വാല്യൂസ് ആഡ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാം, നമുക്ക് മാനേജ് ഡോട്ട് പി വൈ ഷെൽ യൂസ് ചെയ്ത് വാല്യൂസ് ആഡ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഏത് ടേബിളാണ് ഫസ്റ്റ് വാല്യൂ ആഡ് ചെയ്യാനുള്ള, പോസ്റ്റിന്റെ അകത്താണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആ മോഡൽ ഇമ്പോർട്ട് ചെയ്യാം. പോസ്റ്റ് എവിടെയാണ് നമ്മളെ ഈ മോഡൽ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്, യൂസർ ആപ്പ് എന്ന് പറഞ്ഞ ആപ്പിന്റെ അകത്താണ് നമ്മൾ എന്ത് ചെയ്തേക്കണം, ഈ മോഡൽ ക്രിയേറ്റ് ചെയ്തേക്കണം. അപ്പൊ ആപ്പിന്റെ പേര് ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്ത ആപ്പിന്റെ പേര് യൂസർ ആപ്പ് ഡോട്ട് മോഡൽസ് എന്ന ഫയലിന്റെ അകത്ത് ഇമ്പോർട്ട്. ആരാ ഇമ്പോർട്ട് ചെയ്യണം, പോസ്റ്റ് എന്ന സാധനത്തെ ഇമ്പോർട്ട് ചെയ്യും. ഓക്കെ, ഇമ്പോർട്ട് ചെയ്തു. ഇനി എന്ത് ചെയ്യണം, അതിലോട്ട് വാല്യൂ ഇൻസേർട്ട് ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി പോസ്റ്റ്, എന്നിട്ട് ഇവിടെ ഏതിന്റെയൊക്കെ വാല്യൂ കൊടുത്താൽ മതി, നൈം മാത്രം കൊടുത്താൽ മതി. ബാക്കി ഐ ഡിയും ഡേറ്റ ക്രിയേറ്റ് ചെയ്തൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് അതിനെ സെറ്റ് ആക്കിക്കോളും. അപ്പൊ നമ്മൾ വാല്യൂ മാത്രം കൊടുത്താൽ മതി. നൈം ഈക്വൽ ടു യു ജി ഡോട്ട് സേവ് ഫംഗ്ഷൻ. ഇപ്പൊ ഡേറ്റാബേസ് സേവ് ആയിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, റീഫ്രഷ് ചെയ്ത് നോക്കാം. കാരണം ഇവിടെ 1 എന്ന് വന്ന് ഇവിടെ യൂണിവേഴ്സൽ ആയിട്ടുള്ള യൂണീക്ക് വാല്യൂ ആയിട്ട് വന്നു. പിന്നെ ഡേറ്റ ഓട്ടോമാറ്റിക് ആയിട്ട് വരും. ഓ, ഡേറ്റ ടൈം ഞാൻ സെറ്റ് കൊടുത്തില്ലല്ലേ. ഓ, ഞാൻ ഡേറ്റ് ഫീൽഡ് മാത്രമേ കൊടുത്തോളൂ. കുഴപ്പമില്ല. ഇപ്പൊ ഡേറ്റ് ടൈം വേണമെങ്കിലും ഡേറ്റ് ടൈം ഫീൽഡ് എന്ന് പറഞ്ഞൊന്നുണ്ട്, ടൈം മാത്രമാണെങ്കിൽ ടൈം ഫീൽഡ് എന്ന് പറഞ്ഞുണ്ട്. ഞാൻ ശ്രദ്ധിച്ചില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു വാല്യൂ കൂടി സേവ് ചെയ്യാം, ടി ജി എന്നുള്ളത്. ഓക്കെ, ഡേറ്റാബേസ് ഒന്ന്. ഓക്കെ, അപ്പൊ നമ്മൾ 2 വാല്യൂ ആഡ് ചെയ്തിട്ടുണ്ട്, പി ജി യു ജി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം, ഈ ഒരു ഐ ഡി വെച്ചിട്ട് വേണം അപ്പുറത്തേല് വാല്യൂ ക്രിയേറ്റ് ചെയ്യാനുള്ള. ഇപ്പൊ ബി സി ആണെങ്കിൽ ഏത് ഐ ഡി ആയിട്ടാണ് റെഫർ ചെയ്യാനുള്ള, യു ജിയുടെ ഐ ഡി ആയിട്ടാണ് റെഫറൻസ് ചെയ്യാനുള്ള. അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യാം, അടുത്ത മോഡലിനെ ഇമ്പോർട്ട് ചെയ്യാം. അടുത്ത മോഡല് ഫ്രം യൂസർ മോഡൽസ്, യൂസർ ആപ്പ് മോഡൽസ് ഇമ്പോർട്ട് കോഴ്സ്. ഓക്കെ, അത് ഇമ്പോർട്ട് ആയിട്ടുണ്ട്. ഇനി അതിന്റെ അകത്ത് നമുക്ക് എന്തുമാത്രം സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി, കോഴ്സ് നെയിം, ആ കോഴ്സ് ഏതുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു, ഏതിനെയാണ് റെഫർ ചെയ്യുന്നതിന് കൊടുക്കണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, മോഡൽ കോഴ്സ് ബ്രാക്കറ്റിന്റെ അകത്ത് കോഴ്സ് അണ്ടർസ്കോർ നൈം ഈക്വൽ ടു കോഴ്സിന്റെ നെയിം ബി സി എ കോമ, ബി സി ആണെങ്കിൽ അത് ഏതുമായിട്ടാണ് ലിങ്ക് ചെയ്യാനുള്ള, പോസ്റ്റ് അണ്ടർസ്കോർ ഐ ഡി. ഇവിടെ ഞാൻ പോസ്റ്റ് ഒന്നും കൊടുത്തിട്ടില്ല, കാരണം എന്റെ ഡേറ്റാബേസ് ആ ഫീൽഡ് എന്തായിട്ടാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്, പോസ്റ്റ് അണ്ടർസ്കോർ ഐ ഡി ആണ്.
ഇപ്പൊ എറർ വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. പോസ്റ്റ് അണ്ടർസ്കോർ ഐ ഡി ഇപ്പൊ യു ജി ബി സി എന്ന് പറയുമ്പോൾ യു ജി ആണ്, യു ജി പോസ്റ്റ് ആണ്. അപ്പൊ 1 സേവ്. ഓക്കെ, എറർ ഒന്നും വന്നിട്ടില്ല. അപ്പൊ നമുക്ക് അടുത്ത ടേബിൾ എന്ത് ചെയ്യാം? വന്നു. ഇപ്പൊ ഈ 1 എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ആരെയാണ് റെഫർ ചെയ്യണം? ഈ ടേബിളിലെ വാല്യൂവിനെ ആയിരിക്കും റെഫർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇനി അതിനൊക്കെ അടുത്ത വാല്യൂ സെറ്റ് ചെയ്ത് കൊടുക്കാം. അടുത്തത് BSc CS. ഓക്കെ, അതും സേവ് ചെയ്ത് മീൻസ് ഇൻസേർട്ട് ചെയ്ത്. ഓക്കെ, വേണമെങ്കിൽ ഇനി അടുത്തൊരു വാല്യൂവിന് കൊടുക്കാം. BA ആണ് അടുത്ത വാല്യൂ. PGക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഒരു PGക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പൊ എന്ത് കൊടുക്കാം? MCA. ആരുമായിട്ട് റെഫർ ചെയ്യണം? PG ആയിട്ട് റെഫർ ചെയ്യണം. PG ആയിട്ട് റെഫർ ചെയ്യണമെങ്കിൽ അതിന്റെ ID എത്രയാണ്? പ്രൈമറി കീ സെറ്റ് ചെയ്യുക. പ്രൈമറി കീ 2 ആണ്. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ഫോറിൻ കീ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ വാല്യൂസ് ആക്സസ് ചെയ്യാം. ഫോറിൻ കീ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ടേബിളിലെ ഈ വാല്യൂസ് ആക്സസ് ചെയ്യും. ഈ വാല്യൂ എല്ലാ വാല്യൂയും ആക്സസ് ചെയ്യാൻ പറ്റും. ഫോറിൻ കീ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? വാല്യൂ ആക്സസ് ചെയ്യാൻ പറ്റും. ഇനി BCA എന്ന് പറഞ്ഞ കോഴ്സിന്റെ പോസ്റ്റ് ഏതെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ ടേബിളിനകത്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? എന്തേ ഉള്ളൂ? പോസ്റ്റ് ഏതെന്ന് അറിയത്തില്ല. ജസ്റ്റ് ആ പോസ്റ്റിനെ റെഫർ ചെയ്യുന്ന ID മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഈ ID യൂസ് ചെയ്ത് എന്ത് ചെയ്യാം? ഈ ടേബിളിലുള്ള ഓരോ വാല്യൂസിനെ ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ ID യൂസ് ചെയ്ത് എന്ത് ചെയ്യണം? എനിക്ക് ഇതിന്റെ നെയിം കാണിക്കണം. ആ നെയിമിന്റെ അകത്താണ് UG ആണോ PG ആണോ എന്ന് കിടക്കുന്നത്. അപ്പൊ BCA എന്ന് പറഞ്ഞ കോഴ്സ് ഏത് പോസ്റ്റ് എന്ന് എനിക്ക് അറിയണം. അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യാം? നമുക്ക് BCA എന്ന് പറഞ്ഞ ആ ഒരു റോവിനെ മാത്രം സെലക്ട് ചെയ്യാം. ആ BCA ഉള്ള റോവിനെ മാത്രം സെലക്ട് ചെയ്യാം, ഒബ്ജക്ട് യൂസ് ചെയ്തുകൊണ്ട്. അപ്പൊ C ഈക്വൽ ടു കോഴ്സ് എന്ന് പറഞ്ഞ ടേബിളിനകത്ത് അല്ലെങ്കിൽ കോഴ്സ് എന്ന മോഡലിനകത്ത് ഒബ്ജക്ട്സ് ഡോട്ട് ഗെറ്റ് മെത്തേഡ് യൂസ് ചെയ്ത് എന്ത് ചെയ്യാം? ഒരു റോ സെലക്ട് ചെയ്യാം. ഏത് റോ എന്ന് പറഞ്ഞു കൊടുത്താൽ ID ഈക്വൽ ടു BCA ID എന്തിനാണ് 1 കൊടുത്തു. എൻ്റർ അടിച്ച് ഞാൻ C ഒന്ന് പ്രിന്റ് ചെയ്തു. അപ്പൊ എനിക്ക് എന്തായി? ഒരു ഒബ്ജക്റ്റ് എൻ്റെ ആയിട്ടുണ്ട്. വേണമെങ്കിൽ C ഡോട്ട് വാല്യൂസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? അതിലുള്ള വാല്യൂസ് എറർ വന്ന് അറിയാൻ പറ്റുമായിരുന്നു. അല്ലെങ്കിൽ C ഡോട്ട് അണ്ടർസ്കോർ ടിക്റ്റ് അണ്ടർസ്കോർ കൊടുത്തു കഴിഞ്ഞാൽ അതിലെ വാല്യൂസ് അറിയാൻ പറ്റും. അതിനകത്ത് കണ്ട BCA എന്ന് പറഞ്ഞ വാല്യൂ ആണ് അതിനകത്ത് ഇരിക്കണം, സിക്കകത്ത് ഇരിക്കണം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ആ ടേബിളിനകത്തുള്ള പോസ്റ്റ് ഫോറിൻ കീ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പോസ്റ്റ് എന്ന ടേബിളിനെ ആക്സസ് ചെയ്യാം. അപ്പൊ BCA എന്ന് പറഞ്ഞ കോഴ്സ് ഏത് പോസ്റ്റിലെന്ന് എനിക്ക് അറിയണം. പിന്നെ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം. P എന്ന് പറഞ്ഞ വേരിയബിൾ ക്രിയേറ്റ് ചെയ്ത് C ഡോട്ട് നമ്മൾ കോഴ്സിന്റെ ഒബ്ജക്റ്റ് എവിടെയാണ് സേവ് ചെയ്തത്? സിക്കകത്ത്. C ഡോട്ട് ഏത് വെച്ച് നമ്മൾ ആക്സസ് ചെയ്യാൻ പോണം? നമ്മളെ ഫോറിൻ കീയുടെ നെയിം എന്തിനാണ്? പോസ്റ്റ് ഡോട്ട് ആ മോഡലിലെ ഏത് വാല്യൂ ആണ് ആക്സസ് ചെയ്യാം. എനിക്ക് ഏത് വാല്യൂ ആണ് വേണ്ടത്? നെയിം എന്ന് പറഞ്ഞ വാല്യൂ ആണ് വേണ്ടത്. നെയിം എന്നിട്ട് P പ്രിന്റ് ചെയ്യുക. കണ്ട UG. അപ്പൊ BC എന്ന് പറഞ്ഞ കോഴ്സ് ഏതാണ്? BC എന്ന് പറഞ്ഞ കോഴ്സ് ഏതാണ്? പക്ഷെ BC എന്ന് പറഞ്ഞ കോഴ്സിന്റെ പോസ്റ്റ് ഏതാണ്? UG ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫോറിൻ കീ യൂസ് ചെയ്ത് ആ ടേബിളിലുള്ള വാല്യൂസ് ആക്സസ് ചെയ്യാൻ പറ്റും. ഇനി എനിക്ക് വേണമെങ്കിൽ അതിന്റെ ID മാത്രം മതി എന്ന് വെച്ചോ. അപ്പൊ എന്ത് ചെയ്യണം? C ഡോട്ട് ഫോറിൻ കീ ഡോട്ട് ID പാസ് ചെയ്ത് കഴിഞ്ഞാൽ 1 എന്ന് പറഞ്ഞു കിട്ടും. കാരണം UGയുടെ ID എത്രയാണ്? UGയുടെ ID 1 ആണ്. ഇനി എനിക്ക് ഈ ഒരു റെഫറൻസ് ID ആണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് റെഫറൻസ് അല്ല, ഈ പോസ്റ്റ് ID ആണ് വേണ്ടതെന്ന് വെച്ചോ. പോസ്റ്റ് IDക്കകത്ത് അവസാനം നോക്കിയാൽ മതി, E3D ആണ് അവസാനം കിടക്കുന്നത്. അപ്പൊ എനിക്കിനി ആ പോസ്റ്റ് ID ആണ് വേണ്ടതെങ്കിൽ പോസ്റ്റ് ID വാല്യൂവിനകത്ത് അവസാനത്തെ വാല്യൂ E3D അറിയാൻ വേണ്ടി. അപ്പൊ ഇങ്ങനെ ഫോറിൻ കീ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അടുത്ത ടേബിളിൽ റെഫറൻസ് ചെയ്യാൻ പറ്റും. അതിനൊക്കെ അതിന് വാല്യൂസ് നമുക്ക് ഫെച്ച് ചെയ്തെടുക്കാനും പറ്റും.